1-2 വർഷങ്ങളായിട്ട് നമ്മൾ നമ്മുടെ കാറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമയമാണ്. എങ്ങനെ കാർ കുറച്ചും കൂടി ഭംഗിയാക്കാം, ഫ്രഷ് ആക്കാം, ക്ലീൻ ആക്കി വെക്കാം. എക്സാക്ട്ലി പറഞ്ഞാൽ എനിക്കിവിടെ കോവിഡിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കാറ് എങ്ങനെ ഭംഗിയാക്കി വെക്കാം, പുറത്തുനിന്നും അകത്തുനിന്നും എല്ലാം ഭംഗിയാക്കണം എങ്ങനെയാണെന്നുള്ള ആളുകൾ ചിന്തിച്ചു തുടങ്ങിയത്. അങ്ങനെയാണ് സെറാമിക് കോട്ടിങ്, ഗ്രാഫീൻ, ഈവൻ സെൽഫ് ഹീലിംഗ് ഗ്രാഫീൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നു. അതിൽ ഏറ്റവും പ്രീമിയം ആയിട്ട് നിന്നത് PPF ആണ്, പെയിന്റ് പ്രൊട്ടക്റ്റീവ് ഫിലിം. ആ PPF ചെയ്യുന്ന ഒരു സ്റ്റുഡിയോയിലാണ്, ഞാൻ ഒരു ആപ്ലിക്കേഷൻ സ്റ്റുഡിയോയിലാണ്, ഇപ്പോൾ എറണാകുളത്തുള്ള ജോർജ് ആൻഡ് സൺസിലാണ്. ഇവിടെ എക്സ്ക്ലൂസീവ് ഗർവാറയുടെ ഒരു സ്റ്റുഡിയോ ആണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. PPF ഉണ്ട്, സൺ ഫിലിംസ് ഉണ്ട്. സൺ ഫിലിംസിൻ്റെ കാര്യങ്ങൾ നമ്മൾ നേരത്തെ തൊട്ട് കണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ അവർ റീസെൻ്റ് ആയിട്ട് വളരെ നല്ല ഒരു PPF ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ PPF ആണ് നമ്മൾ ഇന്ന് ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. സോ PPF കാണുന്നതിന് മുമ്പ് നമുക്ക് ഗർവാരെ എന്ന് പറയുന്ന കമ്പനി എന്താണെന്ന് നോക്കാം. ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഗർവാരെ. ഗർവാരെ ഏകദേശം 90 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ്. ഇപ്പോൾ 90 രാജ്യങ്ങളിൽ ഗർവാരയുടെ പ്രസൻസ് ഇപ്പോൾ ഉണ്ട്. സോ ആ ഒരു ലെഗസി ഉണ്ട് ഗർവാരയ്ക്ക്. അപ്പോൾ ആക്ച്വലി അവർക്ക് പോളിസ്റ്റർ ചിപ്സ്, അതുപോലെ തന്നെ പോളിസ്റ്റർ ഫിലിംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. സൺ ഫിലിംസും നല്ല രീതിയിലുണ്ട്. ഇടയ്ക്ക് ഈ സൺ ഫിലിമിൻ്റെ ഇഷ്യൂ വന്നപ്പോഴാണ് ഇവരുടെ ഈ ഒരു ഗർവാരയുടെ പ്രസൻസിന് ഒരു ചെറിയ ഇത് പറ്റിയത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് സൺ ഫിലിംസ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഇപ്പോൾ അവരുടെ വളരെ ക്വാളിറ്റിയുള്ള PPF, പെയിന്റ് പ്രൊട്ടക്റ്റീവ് ഫിലിമും, അതുപോലെ തന്നെ നമ്മൾ മൊബിലിറ്റി എക്സ്പോയിൽ കണ്ട സൺറൂഫിലെ ഫിലിം ആദ്യമായിട്ട് ഇരിക്കുന്ന ഗർവാര ആയിരിക്കും കൊണ്ടുവരുന്നത്. അത് നമ്മൾ മറ്റൊരു എപ്പിസോഡിലൂടെ കാണും. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് PPF ആണ്. ഫിലിം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ചെയ്യുന്ന ആ ഒരു ടെക്നീഷ്യൻ. കാരണം അതിൻ്റെ PPF ഒട്ടിക്കുന്ന ഒരു ഒരുപാട് നല്ല ഒരു സ്കില്ലുള്ള ആൾ തന്നെ വേണം അത് ചെയ്യാനായിട്ട്. അതുപോലെ അത് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ, പൊടിയൊന്നും കയറാതെ എയർ കണ്ടീഷൻഡ് ഒക്കെ ആയിരിക്കണം. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാനിപ്പോൾ ഇവിടെ, ഞാൻ പറഞ്ഞ പോലെ ജോർജ് ആൻഡ് സൺസിൻ്റെ ആ ഒരു സ്റ്റുഡിയോയിലാണ്. സോ സ്റ്റുഡിയോയിൽ നമ്മൾ ഇന്ന് ഈ PPF അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ അപ്ലൈ ചെയ്യുന്നത് ഈ ബോണറ്റിൽ മാത്രമാണ് ഇപ്പോൾ അപ്ലൈ ഉള്ളൂ. ഫ്രീ ആയിട്ട് അത്രേ ചെയ്തു തരുള്ളൂ എന്ന് പറഞ്ഞു. എന്താണെങ്കിലും ബോണറ്റ് മാത്രമേ അപ്ലൈ ഉള്ളൂ. ഇത് അർജുൻ കേരള സെയിൽസ് നോക്കുന്ന അർജുനാണ്. അപ്പം ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു വണ്ടിയുടെ അവസ്ഥ എന്തായിരുന്നു അർജുൻ പറഞ്ഞപ്പോൾ? വണ്ടി ആക്ച്വലി മൊത്തം സ്ക്രാച്ച് ആയിരിക്കും. എന്റെ വണ്ടി നല്ല സുഖമായിട്ട് സ്ക്രാച്ച് ആയിരിക്കും. മേജർ സ്ക്രാച്ചസ് ഒന്നും ഉണ്ടായിരുന്നില്ല, മൈനർ ആയിരുന്നു. സോ ബേസിക് പെയിന്റ് കറക്ഷനും പോളിഷിങ് കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി അത്യാവശ്യം സ്ക്രാച്ച് എല്ലാം പോയി കഴിഞ്ഞിട്ടുണ്ട്. ബോണറ്റ് മാത്രമല്ല, ബോണറ്റ് മാത്രം നമ്മൾ ചിക്കനാണ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ നമ്മുടെ ഈ കൈ തട്ടിയിട്ട്, നഖം തട്ടിയിട്ട്, മോതിരം തട്ടിയിട്ട് വന്ന മാർക്സ് ഉണ്ട്. പിന്നെ തുടയ്ക്കുമ്പോൾ വരുന്ന സോൾ മാർക്സ്, ഇങ്ങനത്തെ നിറയെ സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു. മേജർ ആയിട്ടുള്ള വേറെ പ്രശ്നങ്ങളൊന്നും ബോണറ്റിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ബോണറ്റ് ഒന്ന് ഒരു മൈനർ പെയിന്റ് കറക്ഷൻ ചെയ്തപ്പോൾ തന്നെ ബോണറ്റ് ഇപ്പോൾ കാണുന്ന പോലെ തന്നെ കുട്ടപ്പനായി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ വണ്ടി ടോട്ടൽ വാഷിങ്ങും ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനിയും നമുക്ക് വേണ്ട എന്തെന്ന് വെച്ചാൽ PPF ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ഭാഗം ഈ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് ആ ഭാഗത്ത് നമ്മൾ ആൽക്കഹോൾ ഇട്ടിട്ട് തുടച്ചിട്ട് എല്ലാ മെഴുക്കുകളും ചെളികളും എല്ലാം ഒന്നും കൂടെ പോയി നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മൾ PPF അപ്ലൈ ചെയ്യും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഇത് ഞാൻ വീട്ടിലെ വണ്ടിയാണ്, പേരൻസ് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. അപ്പം ഇത് ഒന്നും ചെയ്തിട്ടില്ല, ഇതിനകത്ത് സെറാമിക്കും ഇല്ല, ഒരു സംഗതിയും ചെയ്തിട്ടില്ല. ഇത് മേടിച്ചു അങ്ങനെ തന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല റഫായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഓക്കെ, ഡ്രൈവർ ഉപയോഗിക്കുന്നു. അപ്പോൾ ഈ സെറാമിക്കോ ഗ്രാഫീനോ ചെയ്ത ആ വണ്ടിയിൽ നമുക്ക് PPF അപ്ലൈ ചെയ്യാൻ പറ്റും? സെറാമിക്കോ ഗ്രഫൈനോ ചെയ്ത വണ്ടിയിൽ നമുക്ക് ഒരു കാരണവശാലും PPF അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ PPF അപ്ലൈ ചെയ്യുന്നത് ബേസിക്കലി പ്യുവർ വാട്ടർ ആൻഡ് ഷാംപൂ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ സെറാമിക് അല്ലെങ്കിൽ ഗ്രഫൈൻ എന്ന് പറയുന്നതിന്റെ ഒരു പ്രോപ്പർട്ടി തന്നെ ഹൈഡ്രോഫോബിസിറ്റി ആണ്. നല്ല സെറാമിക്കും ഗ്രാഫീൻ ആണെങ്കിൽ അതൊരു പോയിന്റാണ്, നല്ലതാണെങ്കിൽ. അപ്പൊ എന്താന്ന് വെച്ചാൽ നമ്മൾ PPF അപ്ലൈ ചെയ്യാനുള്ള വാട്ടർ ഇതിലേക്ക് അല്ലെങ്കിൽ ആ ഷാംപൂ സൊല്യൂഷൻ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ അത് ഹൈഡ്രോഫോബിസിറ്റി കാരണം പോവും. അപ്പൊ നമുക്ക് PPF അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് സെറാമിക് അല്ലെങ്കിൽ ഗ്രഫൈൻ ചെയ്തതിൽ സർഫസിൽ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. അപ്പൊ സെറാമിക്കോ ഗ്രാഫീനോ ചെയ്ത വണ്ടി എങ്ങനെ നിങ്ങൾ മെഷീൻ പിടിച്ച് അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്? അങ്ങനെ ചെയ്യാം, ബട്ട് അതൊരു ഹെപ്റ്റിക് ടാസ്ക് ആണ്. അതായത് ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ നോർമൽ ബോഡി പാനൽ നമുക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. പക്ഷെ ഈ എഡ്ജസ് നമ്മൾ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നമ്മളിപ്പോ PPF അപ്ലൈ ചെയ്യുന്നത്
ഫുള്ളി ടെക്കിൻ ചെയ്യുന്ന രൂപത്തിൽ, അതായത് ഇതിൽ PPF ചെയ്തു എന്ന് മനസ്സിലാവാത്ത രൂപത്തിൽ നമ്മൾ PPF ചെയ്യാൻ പോകും. അതായത് എഡ്ജസ് എല്ലാം ഫോൾഡ് ചെയ്ത് അകത്തേക്ക് വെക്കും. ഈ ഹെഡ്ലൈറ്റ്സ് എല്ലാം ഊരേണ്ടി വരും ചെയ്യുമ്പോൾ. അതെ, ഒബ്വിയസ്ലി എല്ലാം നമ്മൾ എല്ലാ പാർട്സും ഊരിയിട്ടാണ് നമ്മൾ ചെയ്യാം. അപ്പോൾ ഈ കോർണേഴ്സ് അല്ലെങ്കിൽ ഈ എഡ്ജസ് നമുക്ക് ഒരിക്കലും ആ ഒരു പെർഫെക്ഷൻ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് സെറാമിക് കളയാൻ പറ്റില്ല. അപ്പോൾ കളയാൻ പറ്റും. എഗൈൻ അത് കുറച്ചും കൂടെ ഹെപ്റ്റിക് ആയിട്ടുള്ള ടാസ്ക്. പേടിക്കണ്ട, നമ്മുടെ നാട്ടിലെ മിക്കവാറും സെറാമിക്കുകളൊക്കെ തന്നെ പോയിക്കോളും. അപ്പോൾ അതുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഗിവ് സം ടൈം, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ PPF ചെയ്യാം. ഇപ്പോൾ നമ്മൾ സെറാമിക്കിലെ ഗ്രഫൈൻ ചെയ്ത വണ്ടിയിൽ ഒരു ലാസ്റ്റ് കോട്ടിങ് കഴിഞ്ഞിട്ട് ഒരു 7 to 8 months കഴിയുകയാണെങ്കിൽ ഒബ്വിയസ്ലി ആ കോട്ടിങ് വാഷ് ഓഫ് ആയി പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള വണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പോരുത് എന്നുള്ളതാണ്. പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റും? ഇപ്പൊ ആദ്യമേ തന്നെ സൊല്യൂഷൻ വെച്ചിട്ട് ക്ലീൻ ചെയ്യും. നമ്മളിപ്പോൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ മാതിരി ചെറിയൊരു മൈനർ പെയിന്റ് കറക്ഷൻ ചെയ്തു. അപ്പൊ തന്നെയുള്ള സ്ക്രാച്ചസ് എല്ലാം പോയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു വാഷിംഗ് ചെയ്ത് കഴിഞ്ഞു, വണ്ടി ഫുള്ള് വാഷ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഡസ്റ്റ് ഫ്രീ ആയിട്ടുള്ള എൻവയോൺമെന്റിലാണ് നിൽക്കുന്നത്, എയർ കണ്ടീഷണർ എൻവയോൺമെന്റിലാണ് നിൽക്കുന്നത്. നമ്മുടെ ഗർവാരെ PPF അപ്ലിക്കേഷൻ ചെയ്യേണ്ട സ്ഥലം 24 degree Celsius മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ റൂള്. എന്നാലേ നമ്മുടെ ആപ്ലിക്കേഷൻ പ്രോപ്പറായിട്ട് വരുള്ളൂ. തണുക്കാനും പാടില്ല, നന്നായി തണുക്കാനും പാടില്ല. ഒബ്വിയസ്ലി പറയുകയാണെങ്കിൽ 20 to 30 ആണ് പറയുന്ന ടെമ്പറേച്ചർ. സോ നമ്മൾ 20 വെച്ചിട്ട് 24-25 ഡിഗ്രിയിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. സോ ആ ഒരു ടെമ്പറേച്ചറും സെറ്റ് ചെയ്തിട്ടുള്ളതാണിത്. ഡസ്റ്റ് ഫ്രീ ആണ് എൻവയോൺമെൻറ്റ്. നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ആൽക്കഹോൾ വെച്ചിട്ട് ഈ സർഫേസ് മൊത്തം ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ക്ലീൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇനിയുള്ള മിഴുക്കുകളോ എന്തെങ്കിലും മൈനർ ആയിട്ടുള്ളതെല്ലാം പോയി കിട്ടും. എന്നിട്ടാണ് നമ്മൾ PPF അപ്ലൈ ചെയ്യുക. ഇത് ബോഡിയിൽ ഒത്തിരി പെയിന്റ് പറന്നു പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അതെല്ലാം പോയിക്കോളും നിങ്ങൾ ചെയ്യുമ്പോൾ. അതായത് ഇപ്പോൾ നമ്മൾ വണ്ടി മൊത്തത്തിൽ PPF ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ഭാഗവും ഫുള്ളായിട്ട് ക്ലിയർ ചെയ്യും. നിങ്ങൾ പോളിഷ് ചെയ്തിട്ടാണ് PPF ചെയ്യുന്നത്? അതെ. ആദ്യമേ പോളിഷ് ചെയ്യും. അപ്പോൾ തുടങ്ങാം, പ്രോസസ് സ്റ്റാർട്ട് ചെയ്തോ. ഞാൻ ആദ്യമേ പറഞ്ഞത് ഇതിനകത്ത് ചെയ്യാനായിട്ട് നല്ല സ്കില്ലുള്ള ടെക്നീഷ്യൻസ് വേണമെന്നുള്ളത്. അപ്പം നിങ്ങളുടെ ടെക്നീഷ്യൻസ് എത്ര കാലമായിട്ടുള്ളതാണ്? ഇപ്പോൾ ഗർവാര എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. അതെ, ഇപ്പം PPF ആണെങ്കിലും സൺഫിൽം ആണെങ്കിലും എല്ലാം കഴിഞ്ഞ 35 വർഷമായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടറാണ് ജോർജ് ആനൻസ്. 100 വർഷമായിട്ടുണ്ട് ഗർവാര എന്ന് ഞാനിപ്പോൾ പറയുന്നത്. പക്ഷേ ഇപ്പോൾ സൺഫിൽം പതുക്കെ അതിൻ്റെ ട്രെൻഡ് മാറി വരുന്നുണ്ട്, ആളുകളൊക്കെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വേണം, കാരണം ടെമ്പറേച്ചർ ഓൾമോസ്റ്റ് 40-ലൊക്കെ എത്തി തുടങ്ങി. ഇനി ഗവൺമെന്റ് എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യും എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ആളുകൾ വരുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ ഷോറൂംസിൽ പോലും ഇപ്പൊ PPF എല്ലാം ഗർവാരയുടെ അവൈലബിളും ആണ്. ഷോറൂംസിൽ പല എറണാകുളത്താണെങ്കിൽ എനിക്ക് പല ഷോറൂമിലും അറിയാം. അത്യാവശ്യം എല്ലാ ഷോറൂമുകളും നമ്മളിപ്പോൾ PPF പ്രൊവൈഡ്. അവിടെ നിങ്ങൾ പോയി ചെയ്യുന്നുണ്ടോ അതോ വണ്ടി നിങ്ങൾ ഇങ്ങോട്ട് ഇട്ടുണ്ടോ? അല്ല, നമ്മൾ പോയി ചെയ്യുന്നുണ്ട്. ഷോറൂംസിൽ സ്റ്റുഡിയോ ഉണ്ടാവും. അതിനുള്ള സ്റ്റുഡിയോസ് നമ്മൾ എല്ലാ ഷോറൂമിലും വെക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരും സെറാമിക് അല്ലെങ്കിൽ PPF ചെയ്യാനുള്ള ബൂത്ത് അല്ലെങ്കിൽ ബേ എല്ലാ ഷോറൂംസിലും അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. കാലം മാറുന്നതനുസരിച്ച് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒബ്വിയസ്ലി എല്ലാവരും PPF വെൽക്കം ചെയ്യുന്നുണ്ട്. ഒബ്വിയസ്ലി ഗർവാര ഒരു ഇന്ത്യൻ ബ്രാൻഡ് ആയതുകൊണ്ട് ഗർവാരെ അധികം അവർ വെൽക്കം ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ ഇത്രയും കാലമായിട്ടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒരു വാല്യൂ ഉണ്ടാവും. ഈ PPF എല്ലാം വരുന്നത് 5, 8, 10 വർഷത്തെ വാറണ്ടിയിലാണ്. അപ്പോൾ ഈ ചെയ്ത് കഴിഞ്ഞ് ഇത്രയും നല്ല എക്സ്പെൻസീവ് ആണ് PPF കമ്പയർഡ് ടു സെറാമിക് ആൻഡ് ഗ്രാഫീൻ. ഈ ചെയ്ത് കഴിഞ്ഞിട്ട് 10 വർഷം കമ്പനി ഉണ്ടാവില്ല എന്നുള്ളൊരു ക്വസ്റ്റൻ ഉണ്ട്. ചെയ്തിട്ട് അങ്ങ് പോയാൽ പണിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇതുപോലെയുള്ള ഒരു ലെഗസി ഉള്ള കമ്പനി നിങ്ങൾ ചൂസ് ചെയ്യണം എന്ന് പറയാൻ ഒരു കാര്യം. എന്താണെങ്കിലും ഇതിപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്യാം. നേരം എനിക്ക് ഈ നമ്മളുടെ PPFന്റെ ഗുണം കൂടെ പറഞ്ഞു തരണം. ഷുവർ. സോ ഇതാണ് PPF ഫിലിം. ഇതിൽ ഗർവാര ആയതുകൊണ്ട് ഗർവാരെ പ്രീമിയം എന്ന് എഴുതിയിട്ടുണ്ട്. ഗർവാരെ പ്രീമിയം പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിം. സോ ഇറ്റ്സ് എ ജെന്യുവൻ PPF ഫിലിമാണ്, അല്ലെങ്കിൽ പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിമാണ്. അപ്പോൾ ഇത് ഒട്ടിക്കാൻ പറ്റുന്നു. അപ്പം ചെയ്യേണ്ട ഏരിയ വെറ്റ് ആക്കിയിട്ടുണ്ട്, കംപ്ലീറ്റ് സ്പ്രേ ചെയ്തു, വെറ്റാക്കി 2 പ്രാവശ്യം സ്പ്രേ ചെയ്തു ആക്ച്വലി അല്ലേ. നമ്മൾ ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ IP അതായത് ആൽക്കഹോൾ ഇട്ടിട്ട് തുടച്ച് ക്ലീൻ ആക്കിയ ശേഷം നമ്മൾ ആദ്യം സോപ്പ് സൊല്യൂഷൻ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വൈപ്പ് ചെയ്തെടുക്കും. രണ്ടാമത് വീണ്ടും നമ്മൾ ഫുള്ള് വെറ്റ് ആക്കിയിട്ടാണ് സോപ്പ് സൊല്യൂഷൻ ഇട്ടിട്ടാണ് PPF. ആ കാണിച്ച ഫിലിം ഇപ്പം അത് പൊളിക്കണം. അതെ, ഇതിന്റെ ഈ ഫിലിമിന്റെ റിലീസ് ലൈനറിലായിരിക്കും ഗർവാരയുടെ പ്രിന്റിംഗ് വരിക. ഇത് ജെനുവിൻ ആണ്, ഫിലിമിൽ ഉണ്ടാവില്ല, ഫിലിമിന്റെ റിലീസ് ലൈനറിലായിരിക്കും. ഇതിന്റെ തിക്നെസ് എത്രയാണ്? നമ്മുടെ ഗർവാരയ്ക്ക് 2 തിക്നെസ് ഉള്ള ഫിലിംസ് ആണ് വരുന്നത്. ഒന്ന് ഗർവാര പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള 5 year വാറണ്ടി ഫിലിം വരുന്നുണ്ട്. അതിന് ഒരു 180 മൈക്രോൺസ് ആണ് തിക്നെസ് വരുന്നത്. ഇത് പ്രീമിയം ആണ്. ഇത് 200 മൈക്രോൺസ് ആണ് തിക്നെസ് വരുന്നത്. ഇതിന് എത്ര വാറണ്ടി ഉണ്ട്? ഇതിന് 8 years വാറണ്ടി ഉണ്ട്. 8 years വാറണ്ടി. അപ്പോൾ 8 years വാറണ്ടി ഉള്ള കേട്ടോ എൻ്റെ വണ്ടി ചെയ്യുന്നത്.
ഇത് ചെയ്യാൻ പഠിക്കൽ വലിയ പണിയാണ്? ഇത് അത്യാവശ്യം ഇപ്പോൾ നോർമലി നമ്മുടെ വിൻഡോ ഫിലിം ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, നമ്മുടെ കൂളിംഗ് ഫിലിം, അത് ചെയ്യുന്നവർക്കാണെങ്കിൽ കുറച്ച് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. അല്ലാത്തവർക്കാണെങ്കിൽ കുറച്ച് ടാസ്ക്കാണ്. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ ഇതിൻ്റെ കട്ടിങ്ങും അതുപോലെ തന്നെ പിന്നെ ഇതിനൊരു ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പം പല ഫിലിമിനും പല കട്ടിയായിരിക്കും. അപ്പോൾ ഈ കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തിക്നെസ് അനുസരിച്ചല്ലേ ആ കട്ടിങ്ങിൻ്റെ ഒരു പ്രഷർ കൊടുക്കുന്നത്? അതെ. അപ്പോൾ അത് ഒരു ഫിലിം കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഫിലിമിൻ്റെ ടെക്നീഷ്യൻ മറ്റൊരു ഫിലിം ചെയ്യൽ ഒരു ഇച്ചിരി പാടായിരിക്കില്ലേ? കുറച്ച് പാടായിരിക്കും. അതുകൊണ്ടാണ് ഗർവാരെ മുൻകൈ എടുത്തിട്ട് ഗർവാരുടെ പ്ലാന്റിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഒരു സർട്ടിഫൈഡ് ട്രെയിനിങ് പ്രോഗ്രാം നടത്തുന്നുണ്ട്. പഠിക്കാം അത് ആ ട്രെയിനിങ് വരുന്ന ഒരു 2 days ട്രെയിനിങ് ആണ്. അത് നമ്മൾ ബേസിക് തിങ്സ്, അതായത് ഈ കട്ടിങ്, പിന്നെ നമ്മുടെ ഫിലിമിന്റെ തിക്നെസ്, ഫിലിമിന്റെ പ്രോപ്പർട്ടീസ്, അതുമാതിരി കമ്പനി ഒന്ന് മൊത്തത്തിൽ നമ്മുടെ പ്ലാന്റ് വിസിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഒക്കെയാണത്. ഓക്കെ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടെ ഈ ഫിലിമിന്റെ ടെക്നിക്കൽ വൈസ് നമുക്ക് നല്ലൊരു എത്ര നാളത്തെ ക്ലാസ് ആയിരിക്കും? പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ആ 2 days ഗർവാരയുടെ ആ ഒരു പ്ലാന്റിൽ ചെന്നാൽ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അവിടെ ഗർവാരെ തന്നെ ജോലി ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പഠിച്ചു കഴിഞ്ഞു വന്നാൽ പിന്നെ അവിടെ തന്നെ മറ്റേ എന്നാ നമ്മൾ പൂട്ടിയിടുന്ന ഒരു പരിപാടി ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. ഇനി ആർക്കെങ്കിലും PPF ഒട്ടിക്കാൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നാൽ മതി. ഇവിടെ പഠിപ്പിച്ചു ഞങ്ങൾ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാം. അടിപൊളി. ഞാൻ തന്നെ വരും. എന്തെങ്കിലുമൊക്കെ തൊഴിലെടുക്കാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അർജുന അറിയോ? ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ സർട്ടിഫൈഡ് ആണോ? ഇൻസ്റ്റാളറാണ്. അടിപൊളി. അർജുന, ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിച്ചോ. ഈ ഫിലിം നമ്മൾ കേട്ടിട്ടുണ്ട്, PPF എന്ന് പറയുന്ന ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള സാധനമാണ്, ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളൊരു ഇപ്പം സെറാമിക്കിനേക്കാളോ അല്ലെങ്കിൽ ഗ്രഫീനേക്കാളോ ബെറ്റർ ആണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ ഈ ഒരു ഗർവാരയുടെ ഫിലിംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയാണ് പ്ലസ് മറ്റൊരിടത്ത് ഇല്ലാത്തത്? മറ്റ് PPFകൾക്ക് ഇല്ലാത്തൊരു പ്ലസ് എന്ന് പറയുന്നത്, ഒന്ന് ഗർവാരയുടെ വാറണ്ടി. അതായത് ഗർവാരയ്ക്ക് നമ്മൾ പാൻ ഇന്ത്യ വാറണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഗർവാരെ കമ്പനി നേരിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ, നമുക്ക് കസ്റ്റമർക്ക് ഇപ്പോൾ ഇന്ന് ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് നമ്മുടെ PPF അപ്ലൈ ചെയ്ത് പോയൊരു കസ്റ്റമർ നമ്മൾ 8 വർഷമാണ് വാറണ്ടി കൊടുക്കുന്നത്. അപ്പോൾ ഒരു 4 വർഷം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണ്, നമ്മുടെ ഫിലിമെ സംബന്ധിച്ച് എന്തെങ്കിലും ഇഷ്യൂ വരികയാണെന്നുണ്ടെങ്കിൽ ആളന്ന് ചിലപ്പോൾ ഉണ്ടാവും ഹൈദരാബാദ് ആയിരിക്കും അല്ലെങ്കിൽ ബാംഗ്ലൂർ ആയിരിക്കും. ആൾക്ക് അവിടെയുള്ള ഡീലർ അല്ലെങ്കിൽ അവിടെയുള്ള ഗർവാര ഗ്യാസ് പാർട്ട്ണറോ അല്ലെങ്കിൽ ഗർവാരയുടെ ഓഫീസുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ട് ആൾക്ക് ആ വാറണ്ടി ക്ലെയിം ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അത് മൂവിങ് ഫോർവേഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ മെറ്റീരിയലിൻ്റെ ഇപ്പം എനിക്കറിയാവുന്നത് ഞാൻ പറയാം, ഇത് സെൽഫ് ഹീലിംഗ് ആണ്. അതെ. പിന്നെ ഹൈഡ്രോഫോബിക് ആണ്. പിന്നെ ഉള്ളത് ഈ യെലോയിഷ് ആന്റി യെലോയിങ് വാറണ്ടി. അപ്പം അത് ഈ വെള്ള വണ്ടിയിലൊക്കെ നമുക്ക് അങ്ങനെ കിട്ടും. ചില ഈ നല്ല ക്വാളിറ്റി അല്ലാത്ത ഫിലിംസിലൊക്കെ ചില അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം. ഓക്കെ. അപ്പോൾ നമ്മൾ യെല്ലോയിങ് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ആദ്യം പഠിക്കേണ്ടത്. യെല്ലോയിങ് 2-3 കാരണങ്ങൾ കൊണ്ട് വരാം. ഒന്ന് ബേസിക്കലി വരുന്നത് എന്തെന്ന് വെച്ചാൽ UV, അതായത് നമ്മുടെ സൂര്യൻ്റെ ആ ഒരു UV റേസ് കാരണം കളർ മങ്ങാം. നമ്മൾ കറുത്ത് പോണ പോലെ അതും അതെ കളർ മാറാം. അപ്പോൾ ഗർവാരയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഗർവാര ഓൾറെഡി സൺഫിലിമിൽ 100% അല്ലെങ്കിൽ 99% UV കട്ടിങ് കൊടുക്കുന്നുണ്ട്. സെയിം പ്രോപ്പർട്ടി നമ്മുടെ ഫിലിമിനും ഈ PPFനും കൊണ്ടുവന്നിട്ടുണ്ട്. അത് UV കാരണം ഒരിക്കലും നമ്മുടെ പെയിന്റ് ഫെയ്ഡായി പോവില്ല. ഓക്കെ. ഒന്നാമത്തത്. രണ്ടാമത്തത്, PPF മഞ്ഞയ്ക്കുന്നൊരു പ്രോബ്ലം ഉണ്ട്. ഗർവാര ഉപയോഗിക്കുന്നത് TPU ആണ്, തെർമോപ്ലാസ്റ്റിക് പോളിയൂറിത്തിൻ എന്ന് പറയുന്ന TPU ആണ്. ആ TPUവിൽ തന്നെ 2 ഗ്രേഡ് ഉണ്ട്, ആലിഫാറ്റിക്, ആരിഫാറ്റിക്. അതായത് ഇപ്പോൾ നമ്മൾ 8ാം ക്ലാസ് സയൻസ് ബുക്കൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഐറ്റംസിനെ മാറ്റി നിർത്തും. ആലിഫാറ്റിക് നല്ലത് ചീത്തവരുണ്ട്. അങ്ങനെ ആലിഫാറ്റിക് ഗ്രേഡുള്ള TPU മാത്രമാണ് ഗർവാര ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഗർവാരയുടെ ഫിലിമുകൾ മഞ്ഞക്കില്ല. ഇനി ഇതിൽ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഗർവാരയുടെ ഫിലിം മഞ്ഞക്കില്ല എന്ന് പറഞ്ഞു, എങ്കിലും നമുക്ക് വാറണ്ടി വേണമല്ലോ. വാറണ്ടി നമ്മൾ ടെക്നിക്കലി സ്പീക്കിംഗ് ഗർവാരയുടെ ആന്റി യെല്ലോയിങ് വാറണ്ടി വരുന്നത് 8 years വരുന്ന ഈ പ്രീമിയം ഫിലിമിനാണ്. ഓക്കെ. 5 years വരുന്നത് അതിനകത്തില്ല. സോ അത് ബ്ലാക്ക് ആണെങ്കിൽ ആ യെല്ലോയിങ് അറിയില്ല. നമുക്ക് ഈ ലൈറ്റ് ഷെയ്ഡ് വെഹിക്കിൾസ്, അതായത് ഇപ്പോൾ വൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്, കോൺട്രാസ്റ്റ് ഇല്ലാത്ത വെഹിക്കിൾസ് ഉണ്ട്, സിൽവറിലൊക്കെ അത് അറിയും. അപ്പോൾ അതിനകത്തൊക്കെ പ്രീമിയം തന്നെ വെക്കണം. സെയിം ടൈം ഫിലിമിന് യാതൊരുവിധ വ്യത്യാസവും ഇല്ല. 2 ഫിലിമുകളും സെയിം ആണ്, തിക്നെസ് മാത്രമാണ് വ്യത്യാസം വരുന്നത്. 8 വർഷം വാറണ്ടി കിട്ടുന്നുണ്ട്. ഇതിന്റെ വില പറഞ്ഞല്ലോ. നമുക്കിപ്പോൾ ഒരു നമ്മുടെ കറണ്ട് സെനാരിയോ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 60,000 തൊട്ടിട്ട് ഒരു 2,20,000 വരെയാണ് ഗർവാരയുടെ ഫിലിമുകളുടെ
ഒരു കോസ്റ്റിംഗ് വരുന്നത്. അത് വണ്ടി അനുസരിച്ച് മാറും. വലിയ വണ്ടിയാണെങ്കിൽ വ്യത്യാസം വരും. വരും. ഈ പറയുന്ന ഒരു 5, 8, 10 ഇയേഴ്സ് വാറണ്ടിയിൽ വ്യത്യാസം. ഇതാണ് ഒരു ബ്രാക്കറ്റ്. 60,000 മുതൽ 2 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ചിലവാക്കണമെങ്കിൽ ഏത് ലെവലിൽ വേണമെങ്കിലും ഉള്ള PPF നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനത്തിന് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ചില കസ്റ്റമേഴ്സ് വരും, ഇപ്പോൾ നമുക്ക് തന്നെ വരാറുണ്ട്, മൊത്തം ചെയ്യാനുള്ള ബഡ്ജറ്റ് ഇല്ല, നമ്മളവർക്ക് എസെൻഷ്യൽ കിറ്റ് നമ്മുടെ ഒരു പാക്കേജ് ആയിട്ട് നമ്മൾ കൊടുക്കും. അപ്പോൾ നമുക്കിപ്പോൾ കൊച്ചിയിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ അറിയാം, എപ്പോഴും മിറർ മതിലിൽ വരെയും, സൈഡാക്കുമ്പോൾ മതിലിൽ വരെയും, ബമ്പർ കോണേഴ്സ് പോസ്റ്റിൽ വരെയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ ഞാൻ കാണിച്ചത് ഡോർ ഹാൻഡിലിൻ്റെ അവിടെ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ സ്ഥലങ്ങളിൽ ഭയങ്കര വൾണറബിൾ ആയിട്ടുള്ള സ്പേസിൽ നമ്മൾ PPF അപ്ലൈ ചെയ്ത് കൊടുക്കും. സോ ബേസിക്കലി സ്പീക്കിംഗ് യു ഗെറ്റ് PPF ഫ്രം ലൈക്ക് 10,000 rupees. 10,000 രൂപ കിട്ടും. അതെ, ഇതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അത് കട്ട് ചെയ്യുക എന്നുള്ളത് അല്ലേ. ഇപ്പോൾ ഇവിടെ കട്ട് ചെയ്യൽ എളുപ്പമാണ്, പക്ഷേ ഈ ഒരു ബോഡി ഇതിലെല്ലാം കട്ട് ചെയ്യുന്ന ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഇവരുടെ ടെക്നിക്കൽ എക്സ്പേർട്ടിൻ്റെ ഒരു ഗുണം. ഇപ്പം ആക്ച്വലി ഇതിൽ ഞാൻ ഈ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇദ്ദേഹത്തോട് സംസാരിച്ചതിൻ്റെ കാര്യം ഇവരുടെ ഒരു പ്രൊഫഷണലിസം കാണിക്കാനായിട്ടുണ്ട്. കാരണം ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു 10-15 മിനിറ്റ്സോളം സംസാരിച്ചു കാണും. ആ 15 മിനിറ്റ്സ് കൊണ്ട് ഇവർ അത്രയും എത്തിച്ചു. വെരി ഗുഡ്, വെൽ ഡൺ. ഇനി ബാക്കി ചെയ്തോ. അപ്പോൾ അത് അത്രയും വളരെ അവർ ഭയങ്കര ഒരു എന്താ പറയുന്നത് പ്രൊഫഷണൽസ് ആണ് അതിനകത്ത് അല്ലേ. പടപടയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. എന്തായാലും കൊള്ളാം. സോ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം വെള്ളമൊക്കെ സ്പ്രേ ചെയ്തിട്ടാണ് ചിലപ്പോൾ ആ വെള്ളത്തിൻ്റെ കുറച്ച് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ബബിൾ പോലെ വരും. അതിനാണ് ഇവർ ഇതിൻ്റെ എലാസ്റ്റിക് അല്ലെങ്കിൽ എലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന സാധനം ഇതിങ്ങനെ വലിച്ചു വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിട്ടാണ് അവർ ബബിൾസ് എല്ലാം കളയുന്നത്. ഇപ്പോൾ ഇതുപോലെ എവിടെയെങ്കിലും ഒരു ബബിൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് ആ ബബിൾസ് എല്ലാം കളഞ്ഞിട്ടാണ് അവർ വലിച്ച് വെക്കുന്നത്. ഇതാണ് ഇപ്പം ഫിലിം അപ്ലൈ ചെയ്തു, ഫിനിഷ് ആയിട്ടില്ല. എന്നാൽ പോലും ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഹൈഡ്രോഫോബിക് എഫക്റ്റും നമുക്കിപ്പോൾ ഗർവാരയുടെ അല്ലെങ്കിൽ PPF ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രോഫോബിക് എഫക്റ്റും നമുക്ക് കിട്ടുന്നതാണ്. ഇതിൻ്റെ ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ കട്ട് ചെയ്ത ഭാഗം അകത്തേക്ക് മടക്കി വെക്കുക എന്നുള്ളതാണ് അടുത്ത പ്രോസസ്സ്. ഇപ്പോൾ തുടങ്ങി. അതുപോലെ തന്നെ ഇതിൽ ഇപ്പോൾ ഇവർ ഉപയോഗിക്കുന്ന ഈ സ്പ്രേ ചെയ്ത് മുഴുവൻ പ്യുവർ വാട്ടർ മാത്രമാണ്. IP ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനകത്ത് ആൽക്കഹോൾ കണ്ടൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. കംപ്ലീറ്റ് വാട്ടർ, പ്യുവർ വാട്ടർ മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ വലിച്ച് മടക്കി വയ്ക്കും. അപ്പോൾ പിന്നെ വേറെ എഡ്ജസോ അല്ലെങ്കിൽ ഈ എഡ്ജസിൽ നോർമലി PPFൽ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ എഡ്ജസിൽ ബ്ലാക്ക് കളർ ചെളി പിടിക്കുന്ന ഒരു പ്രശ്നം. അത് എന്താണെന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ സമയത്ത് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് വേഗം തീർക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വിടും. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എഡ്ജിൽ വന്നിട്ട് ചെളിയിരിക്കും. അപ്പോൾ എപ്പോഴും നല്ലത് ഇതിങ്ങനെ ടക്കിൻ ചെയ്യുക പ്രോപ്പറായിട്ട്. അപ്പോൾ ഒരു ചെളിയും പിടിക്കത്തില്ല. ഈ PPFന്റെ മേജർ കോസ്റ്റ് വരുന്നൊരു പാർട്ട് എന്ന് പറയുന്നത് ഒന്ന് ലേബറാണ്. ലേബറും അതുപോലെ തന്നെ ഈ പാർട്സ് റിമൂവ് ചെയ്യാനും തിരിച്ച് ഫിക്സ് ചെയ്യാനും വരുന്നൊരു കോസ്റ്റ്, അത് ഒരു മേജർ പാർട്ട് ഇതിൽ വഹിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ എത്ര വില കൂടിയ പ്രൊഡക്റ്റ് ആണെങ്കിലും അതിനെ ട്രീറ്റ് ചെയ്യേണ്ട രൂപത്തിൽ ട്രീറ്റ് ചെയ്താൽ മാത്രമേ അതിൻ്റെ എഫക്റ്റ് കാണിക്കുള്ളൂ. പിന്നെ ഉള്ളത് കുറേ വേസ്റ്റേജ് ഒക്കെ വരും. വേസ്റ്റേജ് നല്ലപോലെ വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ സ്ക്വയർ ഫീറ്റ് അനുസരിച്ചാണ് ഇതിൻ്റെ റേറ്റ് ഇടുന്നതെങ്കിൽ ഈ സംഗതികളൊക്കെ വേസ്റ്റേജിൽ തന്നെ പോകും. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടുള്ള ഇപ്പം ഒരു ഫുൾ ഷീറ്റ് എടുത്തു കഴിഞ്ഞാലും അത്രയും സാധനം വേസ്റ്റേജിൽ പോയി. കാരണം നമുക്ക് യൂസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത് ഉപയോഗിച്ചത് ആകെ ഇത്രയേ ഉള്ളൂ, ഈ കാണുന്ന ഏരിയ ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ എടുത്ത ഷീറ്റ് ഏകദേശം ഈ വീലാർച്ചിൻ്റെ അത്ര ഏരിയ ഉള്ള ഷീറ്റാണ് നമ്മൾ എടുത്തത്. സോ നമ്മളിപ്പോൾ ഇതിൻ്റെ അടിയിലും സ്പ്രേ ചെയ്തു, ആ ഒരു വാട്ടർ സ്പ്രേ ചെയ്തു. ഇനി ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് ഫോൾഡ് ചെയ്ത് വയ്ക്കാം. ഡ്രൈ ആയില്ലെങ്കിൽ ഇത് മടക്കി വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ പൊളിഞ്ഞു പോകും. അപ്പോൾ ഡ്രൈ ആയി കഴിയുമ്പോൾ വലിച്ച് ആ എലാസ്റ്റിസിറ്റി ഉള്ളതുകൊണ്ട് വലിച്ച് നമുക്ക് ഒട്ടിച്ച് പ്രോപ്പറായിട്ട് ഫിനിഷ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ചെറിയ പാർട്ടിലും കൂടെ ഒട്ടിക്കാനുണ്ട്, അത് പൊട്ടി. അപ്പോൾ വർക്ക് ഏകദേശം തീർന്നു അല്ലേ അർജുൻ? അതെ, ഇനിയിപ്പോൾ ഒരു സാധനങ്ങളുണ്ട്, അത് പിന്നെ പറഞ്ഞാൽ മതി. പക്ഷേ ഇത് അകത്തേക്ക് ഫോൾഡ് ചെയ്ത് വളരെ ഭംഗിയായിട്ട്. ഇപ്പോൾ ഞാനിവിടെ ഇപ്പോൾ സമയം 6 മണി, എനിക്ക് തോന്നുന്നു 4 മണിയായപ്പോഴാണ് ഞാൻ എത്തിയത്. 2 മണിക്കൂറിനുള്ള ബോണറ്റ് തീർന്നു. സോ അത്രയും സ്കിൽഡ് ആയിട്ടുള്ള 2 ടെക്നീഷ്യൻസ് ആയിട്ട് തന്നെ ഇറ്റ് ടേക്സ് ടൈം. കാരണം അത് വളരെ പ്രിസൈസ് ആയിട്ട് ചെയ്യേണ്ടതാണ്. ഫോൾഡ് ചെയ്ത് നല്ല പ്രോപ്പറായിട്ട് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടെ നിറച്ചേക്കട്ടെ. ഇത് എല്ലാവരും ഈ ബോണറ്റിങ്ങനെ ഇട്ടിട്ട് ഞെക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് നല്ല ഇങ്ങനെ ഇടുന്നതായിരിക്കും അല്ലേ? സോ ഇനി എന്താണ് ഇതിന്റെ മുകളിലുള്ളത്? ഇനി ഇതിന്റെ പുറത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഗർവാരയുടെ ഒരു മെയിൻ്റെനൻസ് കിറ്റ് വരുന്നുണ്ട്. ഇത് ബേസിക്കലി ഒരു സെറാമിക് പോലത്തെ ഒരു മെറ്റീരിയലാണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സെൽഫ് ഫീലിങ്ങും അതുപോലെ തന്നെ ഹൈഡ്രോഫോബിസിറ്റിയും എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ എല്ലാ തരം PPFന്റെ പുറത്തും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഗർവാരയുടെ മാത്രമല്ല ഏത് PPFന്റെ പുറത്തും ഉപയോഗിക്കാൻ പറ്റും.
ഇതിന് ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ PPF ഏതാണെങ്കിലും അതിന് ചെറിയ ഇപ്പോൾ അറ്റോമിക് ലെവലിൽ നോക്കുമ്പോൾ ചെറിയ ചെറിയ പോർസ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മളിത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡസ്റ്റ് വന്നിട്ട് ഇരിക്കും, ഡസ്റ്റ് അക്യുമുലേഷൻ ഉണ്ടാവും. ഈ ഡസ്റ്റ് അക്യുമുലേഷൻ കാരണം ഒരു ഫെയ്ഡിങ് സംഭവിക്കും നമ്മുടെ PPF. അത് ഏത് PPF ആണെങ്കിലും സംഭവിക്കും. അപ്പൊ അത് തടയാൻ കൂടിയിട്ട് ഈ ഒരു കിറ്റ് ഉപയോഗപ്പെടും, മെയിൻ്റെനൻസ് കിറ്റ്. സോ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന അനുസരിച്ച് ഇതില് റിജുവിനേറ്റ്സ്, അതുപോലെ ഹൈഡ്രോഫോബിസിറ്റി, അതെ, ഗ്ലോസിനെസ്, സ്ലീക്നെസ്, വർക്ക് ഓൺ ഓൾ പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിം. സോ ബേസിക്കലി ഹൈഡ്രോഫോബിക് എഫക്ട് എല്ലാം നേരത്തെ കാണിച്ചതിലും കൂടുതൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ്റെനൻസ് കോട്ട് പോലെ, ഒരു മെയിൻ്റെനൻസ് കോട്ട് പോലെ. ഇത് എല്ലാ ഗർവാരെ പറയുന്നത് എന്താണെന്ന് വെച്ചാല് എല്ലാ 6 monthsലും ഇത് ചെയ്യണം എന്നുള്ളതാണ്. അതായത് ഇതിന് പുറത്ത് ഡസ്റ്റ് അക്യുമുലേഷൻ നടക്കുമ്പോൾ നമുക്ക് പെയിന്റിന്റെ കളറിന് കുറച്ച് മങ്ങിയതായിട്ട് തോന്നും. അത് ചെയ്തില്ലെങ്കിൽ വാറണ്ടിക്ക് കുഴപ്പമുണ്ടാവില്ല വെച്ചാൽ ആന്റി യെല്ലോയിങ്ങിന് വാറണ്ടി ഇല്ലേ, അത് വാലിഡ് ആവുന്നത് ഇത് ചെയ്താൽ മാത്രമേ ഉള്ളൂ. ഓക്കെ. അതായത് ഇപ്പോൾ കസ്റ്റമർ, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു കൺസെപ്റ്റ് ഉണ്ട്, ഒരു സംഭവം 10 കൊല്ലം വാറണ്ടി ഉണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കണ്ട എന്നുള്ളത്. അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഇപ്പോൾ ബൈക്ക് അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങി, കാറിന് 5 കൊല്ലം എഞ്ചിന് വാറണ്ടി ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവുമല്ലോ, പക്ഷെ അതാ മെയിൻ്റെനൻസ് ചെയ്യണം പ്രോപ്പറായിട്ട്. അപ്പൊ ഇത് ഇപ്പൊ കഴിഞ്ഞാൽ പോലും ഇപ്പൊ ഇത് ഇടുന്നു, എത്ര നേരം എടുക്കും ഇത് ചെയ്യാനായിട്ട്? ക്യൂറിംഗ് ടൈം. ഓക്കെ, PPF ചെയ്ത് കഴിഞ്ഞാൽ, അതിപ്പോ ഗർവാരെ എന്നുള്ളതല്ല, ഏത് PPF ചെയ്ത് കഴിഞ്ഞാലും PPFന് ഒരു ഹീലിംഗ് ടൈം ഉണ്ട്. അത് ബേസിക്കലി 72 hours അല്ലെങ്കിൽ 7 days വരെ എടുക്കാം, ഡിപ്പെൻഡിങ് ഓൺ ദ ടെമ്പറേച്ചർ. ഇപ്പൊ നല്ല വെയിലുള്ള സമയമാണെന്നുണ്ടെങ്കിൽ, നല്ല ചൂടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിലത്തെ ആ വെള്ളവും ഷാമ്പൂ സൊല്യൂഷൻ എല്ലാം പാടെ പോകാനുള്ള ടൈമാണ് പറയുന്നത്. സെറ്റിൽ ആവാനുള്ള ടൈം 72 hours. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 7 days വരെ അത് എടുക്കാം. അത്രയും നല്ലത്. ഞാനത് ഇപ്പൊ ഇവിടെ ഇട്ടിട്ട് പോവാണ്. ഞാൻ ഇന്നിപ്പോ സാറ്റർഡേ ആണ്, ഷൂട്ട് ചെയ്യുന്ന സാറ്റർഡേ ആണ്, സൺഡേ അവധിയാണ് ഇവർ ഓട്ടോമാറ്റിക്കലി. ആൻഡ് മൺഡേ ഞാൻ എടുക്കാമെന്ന് വിചാരിക്കുന്നു. മൺഡേ മോർണിംഗ് എടുക്കാം. ഓക്കെ. അതുപോലെ തന്നെ ഈ ഇതെല്ലാം ഒന്ന് പ്രോപ്പർ ആയിക്കോട്ടെ, ധൃതി പിടിച്ച് കൊണ്ടുപോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ കിടക്കുന്നത്. നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ള പൊതുവെ എങ്ങനെയാന്ന് വെച്ചാല് PPF അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3ാമത്തെ ദിവസം വണ്ടി ഡെലിവറി കൊടുത്താൽ മതി എന്നാണ്. അതായത് നമ്മളിപ്പോൾ ഇതൊരു ഫിലിം ആണല്ലോ അപ്ലൈ ചെയ്യുന്നത്, ബേസിക്കലി എല്ലാ കർവുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ ആ ഫിലിം വെച്ചിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ അവിടേക്ക് എന്തെങ്കിലും ചിലപ്പോൾ ഒരു പീൽ ഓഫ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ പറയുന്ന 72 hours അല്ലെങ്കിൽ 7 daysനുള്ളിൽ. അപ്പോൾ നമ്മൾ മാക്സിമം വണ്ടി ഹോൾഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കറക്ഷൻ ചെയ്തിട്ടാണ് നമ്മൾ പ്രശ്നങ്ങൾ. അതെ, ഇതിലിപ്പോ കസ്റ്റമർ ധൃതി പിടിച്ചിട്ട് PPF ചെയ്ത വണ്ടി കൊണ്ടുപോയി നിർത്താം, എവിടെയെങ്കിലും പീൽ ഓഫ് വന്നു കഴിഞ്ഞാൽ അവിടെ ഡസ്റ്റ് വന്നിരിക്കും, ഉള്ളിൽ വന്നിരിക്കും, മൊത്തം മാറ്റേണ്ടി വരും. ശരിക്കും ഞാൻ ഈ സെറാമിക്കും ഗ്രാഫീനൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ പരിചയമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ ഞാൻ തന്നെ ഒരു ചെയ്ത് കഴിഞ്ഞാൽ ക്യൂറിംഗ് ടൈം ഒരു മിനിമം 24 hours അല്ലെങ്കിൽ 48 hours ഞാൻ ചെയ്തത്. ഇപ്പം എൻ്റെ വണ്ടിയിൽ ഞാൻ അത് നമ്മുടെ സ്വന്തം ഒരു വാഹനമല്ല അല്ലെങ്കിൽ എൻ്റെ വണ്ടി എന്ന് ഞാൻ ചെയ്യാന്ന് പറഞ്ഞാൽ, അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അതിനകത്ത് സെറാമിക് അല്ലെങ്കിൽ ഗ്രാഫിനായിട്ട് ചെയ്തിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അത് ഞാൻ ഏകദേശം 7 days ഞാൻ ഷോറൂമിൽ തന്നെ ഇട്ടിട്ടാണ് വണ്ടി എടുക്കുന്നത്. അതിൻ്റെ ഗുണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ PPF ചെയ്യുന്നവർ മേക്ക് ഷുവർ നിങ്ങൾ ധൃതി പിടിക്കുന്നത്, കാശ് ഇത്രയും മുടക്കുന്നതാണ്. ശരിക്കും ഇവർ പറയുന്ന പോലെ ക്യൂറിംഗ് കഴിഞ്ഞിട്ട് മാത്രമാണ് വാങ്ങുന്നത്. ഇതാണ് എനിക്ക് അറിയാവുന്ന അല്ലെങ്കിൽ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. അത് മസ്റ്റ് ആയിട്ടും ചെയ്യണം. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഈ പറഞ്ഞ മാതിരി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എത്ര വലിയ പ്രൊഡക്റ്റ്, എത്ര വില കൂടിയ പ്രൊഡക്റ്റ് വാങ്ങിയിട്ടും കാര്യമില്ല, അതിന് അതിൻ്റെതായ ട്രീറ്റിംഗ് കൊടുക്കണം. ഇനി ഒരു കാര്യം ചോദിക്കാനുള്ളത്, അപ്പൊ ബാക്കിയെല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോ ആ സെറാമിക് മാത്രം ഇട്ടാൽ അറിയിട്ടോട്ടെ, പ്ലീസ് കാര്യങ്ങൾ നടക്കട്ടെ. പുള്ളി ട്രെയിനറാണ് കേട്ടോ, ട്രെയിനറിനെ കൊണ്ട് എൻ്റെ വണ്ടി ചെയ്യിച്ചു. താങ്ക് യു. അപ്പം ഇനി ഒരു കാര്യമുള്ളത് ഇതിന്റെ വാറന്റിയുടെ കാര്യം. എൻ്റെ അടുത്ത് പറഞ്ഞു 8 years വാറന്റിയാണ്, ബിക്കോസ് ഇറ്റ്സ് പ്രീമിയം. നമ്മുടെ ഗർവാരയുടെ പ്രീമിയം പ്രൊഡക്റ്റ് ആണിത്. ഈ 8 years എന്ന് പറയുന്ന സാധനം ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു പ്രശ്നം വന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വണ്ടി എവിടെയെങ്കിലും ഉറഞ്ഞു, ഇത് മാറണം, ഞാൻ ഇതിന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കണം, അതോ വാട്ട് ഇസ് എ ടൈം പീരീഡ് ഈ ഒരു വാറന്റി? കാരണം ഇത് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് ഭയങ്കര മോശമായിട്ട് തോന്നും. എപ്പോൾ നിങ്ങൾക്ക് ശരിയാക്കി തരാൻ പറ്റും? പറഞ്ഞ എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു, സോറി പറഞ്ഞത് എവിടെ ചെന്നാലും നടക്കും, എവിടെയാണെങ്കിലും ഒരു ടൈം എടുക്കും. ഇവിടെ ആകുമ്പോൾ നിങ്ങളെ അറിയാം, അല്ലെങ്കിൽ എന്നെ അറിയാം, എന്നെ വിളിച്ചിട്ട് തെരുവ് പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ മെസ്സേജ് നമ്മൾ ചെയ്ത് കൊടുക്കും, അത് വേറെ. പക്ഷെ പുറത്ത് പോയാൽ എങ്ങനെ ചെയ്യാം? അതായത് ഗർവാരെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വിത്തിൻ 48 hours or 2 business days നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റില്ല, ഫസ്റ്റ് ചെക്കപ്പ് എന്തായാലും നടന്നിരിക്കും. അതായത് ഇപ്പോൾ സപ്പോസ് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായി, ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി, ഫീലിംഗ് സംബന്ധിച്ച് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി, കംപ്ലൈൻറ്റ് റേസ് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ നെക്സ്റ്റ് 2 working days നമ്മുടെ ട്രെയിനറോ അല്ലെങ്കിൽ ഇൻസ്പെക്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ അവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്തിരിക്കും.
That's what Garware is. അപ്പം ഒരു കാര്യം ഓർക്കുക, ഇപ്പം നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞാൽ ഞാൻ ഇവരെ ചീത്ത പറയും. പക്ഷേ അതിലെല്ലാം നല്ലത് അങ്ങനെ ഒരു കാര്യം നടന്നില്ലെങ്കിൽ മേക്ക് ഷുവർ നിങ്ങൾ നമ്മളെ തന്നെ മെസ്സേജ് ചെയ്യുക, നമ്മളുടെ കമൻറ്റിലോ അല്ലെങ്കിൽ നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിലെ പേജിലോ എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ ഇത് അറിയിക്കുക. അത് ഞാനും കൂടി അതിന് ബാക്കപ്പ് ചെയ്യും. നൗ ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ഓൾസോ. അപ്പൊ അതങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം. എന്താണെങ്കിലും ഗുഡ്, താങ്ക് യു സോ മച്ച്. PPF-നെ പറ്റി അറിയാൻ ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഗർവാരയുടെ തന്നെ ഇത്രയും ലെഗസി വെച്ചിട്ടുള്ള ഒരു PPF-നെ പറ്റി പറയാൻ പറ്റിയതിലും എനിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നതിലും താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബാ, ഇവർ രണ്ടുപേരുമാണ് ടെക്നിക്കൽ എക്സ്പേർട്സ്. രണ്ടുപേരും നല്ല എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണ്. അതെ, താങ്ക് യു സോ മച്ച്.